എന്നും സമ്മതം എന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരജോഡികളാണ് രാഹുലും അശ്വതിയും. പരമ്പരയിലെ നായികനായി എത്തിയ ഈ രണ്ട് താരങ്ങളും പ്രേക്ഷകരുടെ പിന്തുണ നേടി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇവർ ജീവിതത്തിലും ഒന്നിച്ച വിശേഷം 2023 സെപ്റ്റംബറിലായിരുന്നു പുറത്തുവന്നത്. ആ ആഘോഷം നീണ്ടു നിൽക്കെ ഇപ്പോൾ മറ്റൊരു ദുഃഖവാർത്തയാണ് പുറത്തുവരുന്നത്. ശരിക്കും അശ്വതിയെ സംബന്ധിച്ച് ഈ വാർത്തയിൽ നിന്നും കരകയറാനായിട്ടില്ല എന്നാണ് പറയുന്നത്. അശ്വതിയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ മരണവാർത്തയാണ് അശ്വതി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കെ രാജേന്ദ്രൻ എന്നാണ് അശ്വതിയുടെ അച്ഛൻ്റെ പേര്. അശ്വതിയുടെ അച്ഛൻ മരിച്ചിരിക്കുന്നുവെന്നും ക്യാൻസർ മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമെന്നുമാണ് അറിയിക്കുന്നത്. പൂജപ്പുരയിലെ വീട്ടിൽ 62-കാരനായ രാജേന്ദ്രന്റെ മരണ ശുശ്രൂഷ ചടങ്ങുകളൊക്കെ തന്നെയും ഇപ്പോൾ നടന്നു കഴിഞ്ഞുവെന്നും ഉടൻ തന്നെ ബാക്കി ചടങ്ങുകളും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അശ്വതിയുടെ അമ്മയുടെ പേര് സുജാത എന്നാണ്. അശ്വതിക്കൊരു സഹോദരൻ കൂടിയുണ്ട്. അനന്തു എന്നാണ് പേര്. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. മരുമകൻ രാഹുൽ. ഈ വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു പത്രക്കുറിപ്പാണ് അശ്വതി മരണവിവരം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത്. അച്ഛന് ക്യാൻസർ ആയിരുന്നു. ഒരു വേദന ഇല്ലാത്ത ലോകത്തേക്കാണ് അച്ഛൻ ഇപ്പോൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമുണ്ട്. അച്ഛൻ വല്ലാതെ വേദന അനുഭവിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ സുഖമുള്ള ലോകത്തേക്ക് പോയി എന്നറിയുമ്പോൾ കുറച്ചുകൂടി സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രതികരിച്ചെത്തുന്നത്. മകളുടെ വിവാഹം കണ്ടല്ലോ, അതിനപ്പുറം ആ അച്ഛന് മറ്റെന്ത് സന്തോഷമാണ് വേണ്ടത്? അച്ഛൻ സന്തോഷത്തോടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ക്യാൻസർ എന്ന രോഗം എല്ലാവരെയും കാർന്നു തിന്നും. ആ കാർന്നു തിന്നുന്ന ഒരു രോഗിയായി മാറിയിരിക്കുകയായിരുന്നു രാജേന്ദ്രൻ എന്ന അശ്വതിയുടെ അച്ഛൻ. എന്നാൽ ഇനി അതുണ്ടാവില്ലല്ലോ. വേദനയില്ലാത്ത ലോകത്തേക്ക് പോകാമല്ലോ. ഇതാണ് പ്രേക്ഷകർക്കും സന്തോഷം നൽകുന്നതെന്ന് പറയുന്നു. ദുഃഖമുണ്ട്, തീർച്ചയായും അശ്വതിക്കും അനന്തുവിനും സുജാതയ്ക്കും ഒക്കെ ദുഃഖമുണ്ടെന്നറിയാം. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പക്ഷേ അദ്ദേഹത്തെ വേദന കാർന്നു തിന്ന് അദ്ദേഹം ഇനി വേദന തിന്നണ്ടല്ലോ എന്ന് വിചാരിക്കൂ. അങ്ങനെ ആശ്വസിക്കാം. അതാണ് വേണ്ടതും. അതാണ് ഈ ഒരു ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നതും. നല്ലൊരു യാത്രയയപ്പ് അതല്ലേ അദ്ദേഹം അർഹിക്കുന്നത്. അതാണ് നമ്മൾ നൽകേണ്ടതും. ഇതാണ് ഇപ്പോൾ അശ്വതിയുടെ അച്ഛൻ്റെ മരണവാർത്തയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നത്. നല്ല ബലവത്തായി ഇരിക്കൂ. അശ്വതിയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാം. ഒരു മരുമകനുണ്ട്. അനന്തുവിനെ കൂടാതെ രാഹുൽ എന്നൊരു മകൻ കൂടിയാണ് ഇപ്പോൾ ആ കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരിക്കൂ. അച്ഛൻ മുകളിലുണ്ടാകും. നിങ്ങളെ അനുഗ്രഹിക്കാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എവിടെയും പോയിട്ടില്ല. അദ്ദേഹം ഈ വേദനയില്ലാത്ത ലോകത്തു നിന്ന് മാറി നിൽക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ 2023 വീട്ടുകാരുടെ സമ്മതത്തോടെ എല്ലാവരുടെയും സന്തോഷത്തോടെ തന്നെ അശ്വതി രാഹുലും വിവാഹം കഴിച്ചത്. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ അന്നു മുതലേ വൈറലായിട്ടുണ്ടായിരുന്നു. സീരിയലെത്തുന്നതിന് മുൻപേ പ്രണയത്തിലായവരാണ് ഇരുവരും. കഴിഞ്ഞ വർഷമായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. അതിനുശേഷം തന്നെ ഇവരുടെ വിവാഹവും നടന്നു. വിവാഹ നിശ്ചയം നടന്ന മുതൽ തന്നെ വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മിനിസ്ക്രീനിൽ തങ്ങളുടെ പ്രിയ താരങ്ങൾ ഒന്നായതിന്റെ സന്തോഷത്തിൽ ആരാധകർ ഇങ്ങനെ അവർക്ക് ആശംസകൾ അറിയിച്ച് അവരുടെ വിശേഷങ്ങൾ കണ്ടുവരുമ്പോഴായിരുന്നു ഇപ്പോൾ ഇത് അശ്വതിയുടെ അച്ഛന്റെ മരണം സംഭവിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.